ഞാനിവിടെ എത്താൻ കാരണം ഒരു 30-32 വർഷമായി ഷൗക്കത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ്. ഒരു 30-32 വർഷം മുമ്പ് മുതൽ അദ്ദേഹം മനസ്സിൽ താലോലിക്കുന്ന സിനിമയുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. അപ്പൊ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനും ഇപ്പം എൻ്റെ മുമ്പിലുണ്ട്. അത് മമ്മൂക്കയ്ക്ക് പോലും അറിയാത്തൊരു രഹസ്യമാണത്. ഞാൻ പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ സഫാരിയിലൂടെ സഞ്ചാരത്തിന്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന് ഷൗക്കത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ്. അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. ഒരു ദിവസം ലെൻസ്മാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം. എറണാകുളത്ത് 1-2 സ്റ്റുഡിയോ എന്നുള്ളൂ. അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെ ഒക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തരിക. 2 കാര്യങ്ങളാണ്. ഒന്ന്, സീരിയലിനെ സമയം കൊടുത്താൽ പൈസ രൊക്കം കിട്ടും. സഞ്ചാരത്തിന് പൈസ ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും. അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷേ, ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? ഒരു നല്ല ക്യാമറ, ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയുടെ ഷൗക്ക് കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 10 മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു, ആ ക്യാമറയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് വിവരിച്ചു. ഇതെല്ലാം കഴിച്ചിട്ട് പറഞ്ഞു, അത് പക്ഷേ ഇപ്പൊ എൻ്റെ കയ്യിലില്ല, അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് DV ക്യാം എന്ന് പറയുന്ന ക്യാമറ കേരളത്തിൽ ആദ്യമായി